ജലവും മണ്ണും എന്ന ഈ ഒരു പാഠം ഒരു കവിതയിലൂടെ, കുട്ടിക്കവിതയിലൂടെ തുടങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ഭാഷയ്ക്കുള്ള സാധ്യത അല്ലെ, അതും കൂടി ഉണ്ട്. നമുക്ക് ഹാൻഡ് ബുക്ക് കൂടി ഒന്ന് പരിശോധിച്ചിട്ട് അടുത്ത യൂണിറ്റിലേക്ക് പോകുന്നതാണ് നല്ലത്. ഇതിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു പാഠഭാഗത്തുള്ളത് എന്ന് ഹാൻഡ് ബുക്കിന്റെ ആമുഖ ഭാഗത്തിൽ ഉണ്ടല്ലോ. ഓരോ പാഠത്തിന്റെയും ആമുഖ ഭാഗത്തുണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കാം. നമസ്കാരം. ഇത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന 3-ാം ക്ലാസ്സിന്റെ രണ്ടാമത്തെ പാഠഭാഗത്തിന്റെ ബാക്കിയാണ്. അപ്പോൾ തുടർച്ചയായതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. ആ ക്ലാസ് കണ്ട ശേഷം മാത്രം ഇതിലേക്ക് വരിക. ഓക്കെ, അപ്പൊ നോക്കാം. ഇനി ഞാൻ പാഠഭാഗങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അങ്ങ് കവർ ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ കണ്ടു താഴെ നൽകിയിരിക്കുന്ന ശരീരഭാഗങ്ങൾ ഏതെല്ലാം ജീവികളുടേതെന്ന് കണ്ടെത്താനുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകതകൾ ഏതാണ്ട് ഇവിടെ വരകളുണ്ട് അല്ലെ. തൂവലിന്റെ പ്രത്യേകത, നഖത്തിന്റെ പ്രത്യേകത, കാലുകളുടെ പ്രത്യേകത, അങ്ങനെ ഓരോന്നും നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. ഏതെല്ലാം വിധത്തിൽ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു, നിറത്തിന്റെ അടിസ്ഥാനത്തിലും പുള്ളികളുടെ അടിസ്ഥാനത്തിലോ വരയുടെ അടിസ്ഥാനത്തിലോ പിന്നെ വിരലുകളുടെ അടിസ്ഥാനത്തിലും ഒക്കെ വ്യത്യസ്തമാണ്. ആനയുടെ വിരലുകൾ പോലെയല്ല കോഴിയുടേത് അല്ലെ. നിറം കണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന ജീവികളുണ്ടോ, കൊമ്പ് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്ന ജീവികൾ ഏതൊക്കെ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്നു. അടുത്തത് കടലിലെ ജീവികളാണ്. കടലിലെ ജീവികൾ കൂടി 3-ാം ക്ലാസ് ആയപ്പോൾ കുട്ടികൾ പരിചയപ്പെടുന്നു. അപ്പം 3-ാം ക്ലാസ്സിന്റെ ലെവലിലേക്ക് കുട്ടി എത്തിയപ്പോൾ ഒരു ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് മണ്ണൊക്കെ പരിശോധിക്കാനും ചെറു ജീവികളെ കണ്ടെത്താനും ഒക്കെ ആരംഭിച്ചു. അവർക്ക് കുറച്ചുകൂടി ലെവലിലേക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് വന്നപ്പോഴാണ് അതിലേക്ക് പോയത് അല്ലെ. 1-ലും 2-ലും എങ്ങനെയാണ് നേരിട്ട് കാണുന്ന വസ്തുക്കളെ മാത്രം, കുട്ടിക്ക് ചിരപരിചിതമായ വസ്തുക്കളെ കുറിച്ച് മാത്രമാണ് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പലതരം മീനുകൾ കടലിൽ ഉണ്ടെന്ന് അറിയാമല്ലോ. മീനുകളുടെ മാത്രമല്ല മറ്റനേകം ജീവികളുടെയും വാസസ്ഥലമാണ് കടൽ. കരയിലുള്ളതിനേക്കാൾ കൂടുതൽ ജീവികൾ കടലിലുണ്ട്. ഏതെല്ലാം കടൽ ജീവികളെ നിങ്ങൾക്കറിയാം? കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് എഴുതൂ. ചില കടൽ ജീവികളുടെ ചിത്രങ്ങൾ നോക്കൂ. കടൽ കുതിര, കടൽ മുള്ളൻ പന്നി, കടൽ വെള്ളരി, കടൽ പശു. ഇത്തരം പേരുകൾ ഈ കടൽ ജീവികൾക്ക് ലഭിക്കാൻ കാരണം എന്തായിരിക്കും? അവയ്ക്ക് നമ്മുടെ കുതിരയുമായിട്ടും മുള്ളൻപന്നിയുമായിട്ടും വെള്ളരിക്ക് നമ്മുടെ സാധാരണ വെള്ളരിയുമായിട്ടും അല്ലെങ്കിൽ പശുവുമായിട്ടും ഒക്കെ ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു രൂപ സാദൃശ്യം അതിന്റെ മുഖം കാണുമ്പോൾ അല്ലെങ്കിൽ ശരീരം കാണുമ്പോൾ ഒക്കെ നമുക്ക് തോന്നുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അവയ്ക്ക് അങ്ങനെ ഒരു പേര് വന്നത്. ഇനി നോക്കിക്ക, അധിക വായനയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലം കടലിലാണ് ജീവിക്കുന്നത്. ഇത് മീൻ വർഗത്തിൽപ്പെട്ട ജീവിയല്ല. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ജീവിയാണ് നീലത്തിമിംഗലം എന്ന് കൊടുത്തിരിക്കുന്നു. പലവിധം അങ്ങനെ സഞ്ചാരം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രവർത്തനം. നോക്കിക്കേ, ഇവിടെ നമ്മൾ ക്രാഫ്റ്റ് വർക്കിലേക്കാണ് പോയിരിക്കുന്നത് അല്ലെ. ജീവികളുടെ സഞ്ചാര രീതി അനുസരിച്ച് പറക്കുന്നവയും ചാടുന്നവയും ഇഴയുന്നവയും നീന്തുന്നവയും ഒക്കെ ഉണ്ട്. അപ്പൊ ഏതെല്ലാം ജീവികളുടെ രൂപങ്ങളാണ് ചിത്രത്തിലുള്ളത്? കടലാസ് മടക്കി ഇവ നിർമ്മിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി രൂപങ്ങൾ ചലിപ്പിച്ച് അവയുടെ സഞ്ചാരം അവതരിപ്പിക്കാൻ പറയുന്നുണ്ട്. എല്ലാ ജീവികളും ഒരേ വിധത്തിലാണോ സഞ്ചരിക്കുന്നത്? സഞ്ചാര രീതിയുടെ അടിസ്ഥാനത്തിൽ ജീവികളെ പട്ടികപ്പെടുത്തൂ എന്ന് പറഞ്ഞ് പട്ടിക കൊടുത്തിട്ടുണ്ട്. ഒന്നില് നടക്കുന്നവാന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്തത് എന്തായിരിക്കും എന്ന് നമ്മൾ കണ്ടെത്തി എഴുതണം അല്ലെ. ഇപ്പൊ പാമ്പ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ പാമ്പ് എങ്ങനെയാണ് പോകുന്നത്? ഇഴയുന്നവയാണ്. ഇനി പറക്കുന്നവയെ പട്ടികപ്പെടുത്തണം. പിന്നെ മീൻ തന്നിട്ടുണ്ട്. അപ്പൊ മനസ്സിലായി ഇവിടെ എന്താണ് നീന്തുന്നവയാണ് എന്ന്. ഇത് കുട്ടികൾക്കുള്ള ആക്ടിവിറ്റി ആയിട്ട് തന്നെ കൊടുത്തിരിക്കുകയാണ്. മറ്റേതെല്ലാം രീതിയിൽ സഞ്ചരിക്കുന്ന ജീവികൾ മറ്റേതെങ്കിലും രീതിയിൽ സഞ്ചരിക്കുന്ന ജീവികൾ ഉണ്ടോ? തവള, പുൽച്ചാടി തുടങ്ങിയ ജീവികളുടെ സഞ്ചാര രീതി നിരീക്ഷിക്കൂ. ജീവികളുടെ ശരീരത്തിന്റെ പ്രത്യേകതകളും സഞ്ചാര രീതിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പൊ ഈ ചോദ്യങ്ങൾ വരുമ്പോൾ കുട്ടികൾ ചിന്തിക്കും, ശരീരവും സഞ്ചാര രീതിയും തമ്മിൽ ബന്ധമുണ്ടോ എന്നല്ലേ. ശരീരത്തിന്റെ പ്രത്യേകത നോക്കിക്കേ, കുതിരയുടെ ശരീരത്തിന്റെ പ്രത്യേകത പിന്നിലേക്ക് മടക്കാവുന്ന മുൻകാലുകൾ അല്ലെ. അപ്പൊ നമ്മുടെ കാലുകൾ അങ്ങനെ പിന്നിലേക്ക് നടക്കുന്ന വഴിക്ക് അങ്ങനെ പിന്നിലേക്ക് അങ്ങനെ മടക്കി വെച്ചിട്ട് പോകാൻ പറ്റുമോ എന്ന് നമുക്ക് ചോദിക്കാം. മുന്നിലേക്ക് ഇങ്ങനെ കുതിര ചാടി ഓടി പോകുന്നത് പോലെ നമുക്ക് പറ്റില്ല. സഞ്ചാര രീതിയോ നടക്കുന്നു, ഓടുന്നു എന്നുള്ളതാണ്
കുതിരയുടെ സഞ്ചാര രീതി അല്ലെ. അവ നടക്കുന്നു എന്നുള്ളതിനേക്കാൾ ഓടുന്നത്, കുതിരയുടെ ഓട്ടത്തിന് കുതിരയുടെ കാലിലെ പേശികളുടെ ബലവും അല്ലെ, കുതിരയുടെ സഞ്ചാര രീതിയും അതിന്റെ കുളമ്പും ഇതൊക്കെ, ഇതും അതിന്റെ ശരീരവും ഒക്കെ തമ്മിൽ ബന്ധമുണ്ട് എന്ന ആശയത്തിലേക്ക് പോവുകയാണ് ഇനി. ഇനി ഇഴയുന്ന ജീവി. അപ്പൊ ഇഴയുന്ന ജീവികൾക്ക് എങ്ങനെയാണ്? കാലുകളില്ല അല്ലെ. ഇപ്പൊ എന്താണ്, ഉരസ് വെച്ച് അല്ലെങ്കിൽ ശരീരം വെച്ച് അതിന്റെ വയറിന്റെ ഭാഗങ്ങൾ വെച്ച് പോകുന്നത് കൊണ്ടാണ് അവയെ ഉരകങ്ങൾ എന്നൊക്കെ പറയുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ പറയത്തക്ക രീതിയിലുള്ള സവിശേഷതകൾ അവിടെ പട്ടികപ്പെടുത്തണം. പ്രാവ്, മത്സ്യം ഇവയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി താറാവിന്റെ സഞ്ചാര രീതി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത്തരത്തില് ഒന്നിലധികം രീതികളിൽ സഞ്ചരിക്കുന്ന ജീവികളുടെ പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പൊ നോക്കിക്കേ, താറാവ് നീന്തുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, നടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്, ചെറിയ രീതിയിൽ പറക്കുന്നുണ്ട് അല്ലെ. വലിയ ഉയരത്തിലേക്ക് ഇങ്ങനെ ആകാശത്തിലൂടെ പറന്നു പോകുന്ന പക്ഷിയൊന്നുമല്ല, പക്ഷെ ചെറിയ രീതിയിൽ പറക്കാനും കഴിയുന്നുണ്ട്. ആ ഒരു കാര്യം. അതുപോലെ നമുക്ക് മറ്റ് വേറൊരു താറാവിനത്തില് ഉള്ളത് എന്താണ്, കാട്ടുതാറാവ് എന്നൊക്കെ പറയും. വേറെന്തോ ഒരു പേരും കൂടിയുണ്ട്, എരണ്ട അല്ലെ. അത് താറാവിന്റെ ആ ഒരു വർഗത്തിൽപ്പെട്ടതല്ലേ. അപ്പൊ അവ പക്ഷേ ഉയരത്തില് വട്ടമിട്ട് പറക്കുന്ന പക്ഷികളാണ്, കൂട്ടമായി സഞ്ചരിക്കുന്നവയാണ്, അവ പറക്കുന്നുണ്ട് അല്ലെ. പിന്നെ അവ വെള്ളത്തില് നീന്തുന്നുണ്ട്. അവയും ഇതേ വ്യത്യാസങ്ങളുള്ളവയാണ്, നടക്കാനും കഴിയും. അപ്പം ഓരോ ജീവികൾക്കും അതിന്റെ ശരീരത്തിന്റെയും വസിക്കുന്ന ചുറ്റുപാടിന്റെയും പ്രത്യേകതകൾക്ക് അനുസരിച്ചുള്ള സഞ്ചാര രീതിയാണ് ഉള്ളത് എന്ന ആശയത്തിലേക്ക് ഇവിടെ ക്രോഡീകരണവും നടന്നു. ഓരോ ജീവിക്കും അതിന്റെ ശരീരത്തിന്റെയും വസിക്കുന്ന ചുറ്റുപാടിന്റെയും പ്രത്യേകതകൾക്ക് അനുസരിച്ചുള്ള സഞ്ചാര രീതിയാണ്. ഇനി ആഹാരം പലവിധം. ഉറുമ്പുകളും പ്രാണികളുമാണ് എന്റെ ഭക്ഷണം എന്ന് ഇവിടെ ആരാ പറയുന്നത്? തൊഴുകയ്യൻ പ്രാണി. തൊഴുകയ്യൻ പ്രാണി നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, തൊഴുതുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ്? ഉറുമ്പുകളും ചെറിയ പ്രാണികളുമാണ് തൊഴുകയ്യൻ പ്രാണിയുടെ ഭക്ഷണം. പൂക്കളിലെ മധുരമൂർന്ന തേനാണ് എനിക്ക് ഇഷ്ടമെന്ന് ഇവിടെ പൂമ്പാറ്റ പറയുന്നു. അപ്പൊ രണ്ടും രണ്ട് രീതിയിലാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ലെ. ഇപ്പൊ പശുവിന്റെ ആഹാര രീതി എന്താണ്? കാക്കയുടേത് ആന, അണ്ണാൻ, കോഴി, പരുന്ത്, പൊന്മാൻ, തവള ഇതൊക്കെ കൊടുത്തിരിക്കുന്നു. അഡീഷണൽ ആയിട്ട് എഴുതാനായിട്ടുള്ള സ്ഥലവും കൊടുത്തിരിക്കുന്നു. ഇവയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. ഇതിൽ ഏതൊക്കെ ജീവികളാണ് സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്നത്? അപ്പൊ ഇവിടെ സസ്യഭുക്ക് ആശയത്തിലേക്ക് പോകാൻ പോവാണ്. മാംസം മാത്രം ഭക്ഷിക്കുന്ന ജീവികളെ ഏതെല്ലാം എന്ന് പറഞ്ഞ് അവയെ പട്ടികപ്പെടുത്തുന്നു. ഇനി അടുത്തത് സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്നവയുടെ പേരുകളും എഴുതുന്നു. ആദ്യം നമ്മൾ ഓരോന്നിന്റെയും ലിസ്റ്റുകൾ തയ്യാറാക്കുകയാണ് ആദ്യപടിയായിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ഏത് രീതിയാണ്? ആഗമന രീതിയാണ് അല്ലെ. ലിസ്റ്റുകളൊക്കെ തയ്യാറാക്കി ആ പൊതു ആശയത്തിലൂടെ വന്ന് അവസാന നിഗമനത്തിലേക്ക് എത്തുന്ന ഒരു രീതി. അതായത് സസ്യഭാഗങ്ങൾ മാത്രം കഴിക്കുന്നവയെ നമ്മൾ സസ്യാഹാരികൾ എന്നാണ് പറയുന്നത് അല്ലെ. മാംസാഹാരികൾ, സസ്യാഹാരികൾ, മിശ്രഭോജികൾ എന്നൊക്കെയുള്ള രീതിയിൽ, മിശ്രാഹാരികൾ എന്ന രീതിയിൽ നമുക്ക് തരംതിരിക്കാം എന്ന ആശയത്തിലേക്ക് പോവുകയാണ്. സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്നവയെ സസ്യാഹാരികൾ എന്നും മാംസം മാത്രം ആഹാരമാക്കുന്നവയെ ആഹാരികൾ എന്നും വിളിക്കാം. സസ്യഭാഗങ്ങളും മാംസവും ആഹാരമാക്കുന്നവയാണ് മിശ്രാഹാരികൾ. അങ്ങനെ അതിനെ നമ്മൾ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ജീവികളുടെ പേരുകൾ ചേർത്ത് പട്ടിക പൂർത്തിയാക്കാനുള്ള അവസരം ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോ ഇവിടെ എന്താണ് പ്രത്യേകത? ആഹാര രീതിയിലേക്ക് പോയി. അപ്പൊ നമ്മൾ ശാരീരിക പ്രത്യേകതയും ആഹാരത്തിന്റെ പ്രത്യേകതയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പോ പറഞ്ഞത്. അപ്പൊ ചിത്രങ്ങൾ നോക്കൂ. ഏതൊക്കെ ശരീരഭാഗങ്ങളാണ് ഈ ജീവികൾക്ക് ഇരയെ പിടിക്കാനും ആഹാരമാക്കാനും സഹായകമാകുന്നത്? സഞ്ചാര രീതി പറഞ്ഞല്ലേ, സഞ്ചാര രീതി ഒക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ നോക്കിക്കേ, താറാവ്, പരുന്ത്, തവള, സിംഹം ഇവയുടെ ഏതൊക്കെ ശരീരഭാഗങ്ങളാണ് ഈ ജീവികൾക്ക് ഇരയെ പിടിക്കാൻ സഹായിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താറാവിന്റെ കാലുകളുടെ പ്രത്യേകത കൊണ്ടാണ് താറാവിന് എന്ത് ചെയ്യാൻ കഴിയുന്നത്? ജലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത് അല്ലെ. അതുപോലെ അതിന്റെ കൊക്കുകളുടെ പ്രത്യേകത എന്താണ്? ചെളിയൊക്കെ അരിച്ചു കളയത്തക്ക രീതിയിലുള്ള അരിപ്പ പോലുള്ള കൊക്കുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് താറാവിന്റെ ആഹാര സമ്പാദന രീതിയെ അനുകൂലിക്കുന്ന ഭാഗങ്ങൾ. അതുപോലെ പരുന്തിനോ കൂർത്ത നഖങ്ങളാണ്, നല്ല കാഴ്ചശക്തിയാണ്. അതാണ്, ഇവ രണ്ടുമാണ് പരുന്തിന്റെ ഏറ്റവും ശക്തി എന്ന് പറയുന്നത്. അപ്പം തവളയ്ക്ക് ഇതുപോലെ പശയുള്ള നാവുണ്ട്, സിംഹത്തിന് കൂർത്ത പല്ലുകളുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് അവയുടെ ആഹാര രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെ. മാംസാഹാരികൾ കൂർത്ത നഖങ്ങൾ ഇരയെ കീഴ്പ്പെടുത്താൻ പ്രയോജനപ്പെടുത്തുന്നു. കൂർത്തു മൂർച്ചയേറിയ പല്ലുകൾ ഉപയോഗിച്ച് ഇരയെ കടിച്ചു കീറുന്നു. ഇനി മാംസാഹാരികളായ പക്ഷികൾക്ക് തങ്ങളുടെ ബലമുള്ളതും കൂർത്തതുമായ ചുണ്ടുകൾ കൊണ്ട് ഇരയെ കൊത്തിയെടുത്ത് ആഹാരമാക്കാൻ കഴിയും. ബലമേറിയ കാലുകളും കൂർത്തു വളഞ്ഞ നഖങ്ങളും ഇവയെ ആഹാര സമ്പാദനത്തിന് സഹായിക്കുന്നു.
സസ്യഭാഗങ്ങൾ ചവച്ചരയ്ക്കുന്നതിന് അനുയോജ്യമായ ഘടനയാണ് സസ്യാഹാരികളായ ജീവികളുടെ പല്ലുകൾക്കുള്ളത്. നിരപ്പായ പല്ലുകളാണ് അല്ലെ, നന്നായി ചവച്ചരയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള പല്ലുകളാണ് പശുവിനും ഒക്കെ ഉള്ളത്. പല രൂപം ഒരു ജീവിതം. കണ്ടോ, ഇനി ആരെ കുറിച്ചാണ് പറയുന്നത്? പൂമ്പാറ്റയെ കുറിച്ച്. ഇപ്പൊ കുട്ടികൾ ഈ ഇലകളൊക്കെ പറിച്ചു കളയരുത്, പൂക്കള് നശിപ്പിക്കരുത് തുടങ്ങിയ ആശയങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു അല്ലെ. ഇലയൊക്കെ പിച്ചി കളയുമ്പോൾ അതിന്റെ അടിയിൽ ഇങ്ങനെ മുത്തുമണികൾ പോലെ പിന്നെ ശലഭമുട്ടകൾ ഉണ്ടാവും. അപ്പൊ അത് ഒക്കെ നശിച്ചു പോകും എന്ന ആശയത്തിലേക്ക് കുട്ടിയെ കൊണ്ടുവരാൻ കഴിയണം. അങ്ങനെ ഒരു മൂല്യം കുട്ടികളിൽ വളർത്തിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. മിത്ര മുറ്റത്ത് കളിക്കുകയായിരുന്നു. ചെടികളിൽ കുറേ ഇളം മഞ്ഞ മുത്തുകൾ. മിത്ര അമ്മയെ വിളിച്ചു. അമ്മ ഇലകൾ നോക്കി. ഇത് ചിത്രശലഭത്തിന്റെ മുട്ടയാ മോളെ. മുട്ടയിൽ നിന്ന് പൂമ്പാറ്റ വിരിഞ്ഞിറങ്ങുന്നതിനായി അവൾ കാത്തിരുന്നു. പക്ഷേ അവൾ കണ്ടത് പുഴുക്കളെയാണ്. ഈ മുട്ടകൾ പൂമ്പാറ്റയുടേതല്ലമ്മേ മോളെ, ഈ പുഴുക്കളാണ് പൂമ്പാറ്റകളായി മാറുന്നത്. ഇവയെ ലാർവ എന്നാണ് പറയുന്നത്. മിത്രയ്ക്ക് കൗതുകമായി. തുടർന്നുള്ള ദിവസങ്ങളിൽ പുഴുവിനുണ്ടായ മാറ്റങ്ങൾ അവൾ ക്യാമറയിൽ പകർത്തി. ചിത്രം നിരീക്ഷിക്കൂ. ഓരോ ഘട്ടത്തിന്റെയും പേരുകൾ അന്വേഷിച്ച് കണ്ടെത്തി എഴുതൂ. കണ്ടോ, നമ്മൾ അവിടെ ഘട്ടങ്ങളുടെ പേരുകൾ പറഞ്ഞു കൊടുക്കുന്നില്ല. ഓരോന്നും ഏതാണെന്ന് കുട്ടി അന്വേഷിച്ച് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. എന്റെ പരിസര പുസ്തകത്തിൽ എഴുതൂ. അപ്പോ മുട്ട അല്ലെ, ആദ്യത്തേത് മുട്ട, പിന്നെ അതെന്തായി, പുഴുവായി, പുഴു ലാർവ സ്റ്റേജ്, പിന്നെ പ്യൂപ്പ സ്റ്റേജ്, പിന്നെ ചിത്രശലഭം. അങ്ങനെയാണ് അതിന്റെ ജീവിത ചക്രം അല്ലെ. പൂമ്പാറ്റയ്ക്ക് നിറം നൽകാൻ കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിന്റെയും മറ്റു ഇലകളുടെ അടിയിൽ നിരീക്ഷിച്ചാൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ശലഭമുട്ടകൾ കണ്ടെത്താൻ കഴിയും എന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ചെമ്പരത്തി ഇലയിലും കറിവേപ്പിന്റെ ഇലയിലും, തകരമുത്തിയാണെങ്കിൽ തകരയുടെ ഇലയിലും ഒക്കെ, ഇലയ്ക്കടിയിലും, മൾബറി ഇലയുടെ അടിയിൽ മുട്ടയിടുന്ന ശലഭം നാരകത്തിന്റെ ഇലയുടെ അടിയിലായിരിക്കും മുട്ടയിടുക. അങ്ങനെ അതിന്റെ ലാർവ ഏത് സസ്യത്തെയാണോ ഭക്ഷണമാക്കുന്നത് ആ സസ്യത്തിലായിരിക്കും ശലഭം മുട്ടയിടുക. ഈ ആശയമൊക്കെ കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിയണം. ഈ പൂമ്പാറ്റകളെ നോക്കൂ. രണ്ട് ചിറകുകളിലെയും നിറവ്യത്യാസം ഒരുപോലെയല്ലേ? നിങ്ങൾ നിറം നൽകിയ പൂമ്പാറ്റയ്ക്കോ? അതെ, അതായത് രണ്ട് ചിറകും ഒരേപോലെയാണ് അല്ലെ. കറുത്ത ശലഭത്തിന്റെ ആണെങ്കിൽ കറുപ്പും വെളുപ്പും പുള്ളികളൊക്കെ ഉള്ള ആ ശലഭത്തിന് അതേപോലെ തന്നെയാണ് അതിന്റെ എതിർവശത്ത് ചിറകും. ഇപ്പുറത്ത് നമ്മുടെ ടൈഗർ അല്ലെ, അതല്ലേ അത്, ആ പൂമ്പാറ്റ. അപ്പൊ ആ പൂമ്പാറ്റയ്ക്കും അതുപോലെ തന്നെ ആണ് ചിറകുകൾ. ഒരേ ഡിസൈൻസ് ആണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ കളർ അടിക്കുമ്പോൾ അത് ശ്രദ്ധിക്കാതെ നിറം കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ വിലയിരുത്താനുള്ള അവസരമാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ പൂമ്പാറ്റകളുടെയും ഇരു ചിറകുകളും ഒരുപോലെയാണോ? നിങ്ങളുടെ പരിസരത്തുള്ള പൂമ്പാറ്റകളെ നിരീക്ഷിച്ച് കണ്ടെത്തലുകൾ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നു. പൂമ്പാറ്റകളെ തിരിച്ചറിയുന്നതിനായി ഓരോ ഇനത്തിനും പേരുകൾ നൽകിയിട്ടുണ്ട്. പൂമ്പാറ്റകൾക്കും പേരോ എന്നാണ് കുട്ടി ചോദിക്കുക. അങ്ങനെ നമ്മൾ പൂമ്പാറ്റയെ കുറിച്ചുള്ള ആശയങ്ങൾ പഠിപ്പിക്കുക. ഈ വിലാസിനി ഈ വളരെ ഭംഗിയുള്ള പൂമ്പാറ്റയാണ്. ഇത് കുഞ്ഞു പൂമ്പാറ്റ, ചിത്രത്തിലാണ് ഇത്രയും വലുത് അല്ലെ. മഞ്ഞപ്പാപ്പാത്തി, ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന പൂമ്പാറ്റകളാണ്. അപ്പം ഇതൊക്കെ കുട്ടികളിലേക്ക് എത്തണമെങ്കിൽ നമ്മളുടെ ശലഭോദ്യാനം മനോഹരമായിരിക്കണം. ജൈവവൈവിധ്യ ഉദ്യാനം മാത്രമല്ല, അതിന്റെ ഭാഗമായി ശലഭോദ്യാനം കൂടി ഉണ്ടാകണം അല്ലെ. ബുദ്ധമയൂരിയുടെ ചിത്രം കണ്ടല്ലോ അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനാകണം. നമ്മളുടെ കേരളത്തിന്റെ നാട് ഇവിടെ ഉണ്ട്. ഔദ്യോഗിക ശലഭമാണ് ബുദ്ധമയൂരി എന്ന കാര്യം. ഗരുഡശലഭം, ബുദ്ധമയൂരി, രത്നനീലി ഇവയാണ് കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ കാണപ്പെടുന്നവയിൽ ഏറ്റവും വലിയ ചിത്രശലഭമാണ് ഗരുഡശലഭം. ചെറുത് രത്നനീലിയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക ശലഭമാണ് ബുദ്ധമയൂരി. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ചില പൂമ്പാറ്റകളുടെ ചിത്രം താഴെ നൽകിയിരിക്കുന്നു. അപ്പൊ അവയുടെ പേരും കൊടുത്തിട്ടുണ്ട് അല്ലെ. കുട്ടികൾക്ക് ശലഭങ്ങളെ തിരിച്ചറിയാനായിട്ട് ഇത് സഹായിക്കും. നീലക്കടുവ ഉണ്ടോ, കാട്ടുകോമാളി, അതുപോലെ തീച്ചിറകൻ, ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ് അല്ലെ. ചക്കരശലഭം, പുള്ളിക്കുറുമ്പൻ, നാരകക്കാളി, ഇതൊക്കെ സ്ഥിരം കാണുന്ന ശലഭങ്ങളാണ്. നിങ്ങളുടെ പ്രദേശത്തുള്ള പൂമ്പാറ്റകളെ നിരീക്ഷിച്ച് പേരുകൾ കണ്ടെത്തി എഴുതൂ. പൂമ്പാറ്റകൾ രണ്ട് തരത്തിൽ സസ്യങ്ങളെ ആശ്രയിക്കുന്നു: മുട്ടയിടാനും ആഹാരത്തിനും. നാരകക്കാളി ശലഭം സാധാരണയായി മുട്ടയിടുന്നത് നാരകം, പാണൽ എന്നീ സസ്യങ്ങളിലാണ്. ഇവയുടെ പുഴുക്കൾ ഭക്ഷണമാക്കുന്നത് ഈ ചെടികളുടെ ഇലകളാണ്. ഇവ പൂമ്പാറ്റയായി കഴിഞ്ഞാൽ തേൻ കുടിക്കുന്നത് ചെമ്പരത്തി, മന്ദാരം, മുസാന്ത തുടങ്ങിയ പൂക്കളിൽ നിന്നാണ്. ഞങ്ങളുടെ വീട്ടിൽ ഈ നാരകക്കാളി ധാരാളമായിട്ട് വരാറുണ്ട്.
ഇപ്പം അവിടെ ഒരു നാരകമുണ്ട്, ഈ പറയുന്ന പോലെ ചെമ്പരത്തിയും മന്ദാരവും മുസാന്തയും ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ടായിരിക്കും അവിടെ എപ്പോഴും കാണാൻ കഴിയുന്ന ശലഭമാണ്. ഇപ്പൊ ശലഭോദ്യാനം നിർമ്മിക്കുക എളുപ്പമുള്ള കാര്യമൊക്കെയാണ്, ഒന്ന് മെനക്കെട്ടാ മതി അല്ലേ. വിദ്യാലയത്തിലെ ജൈവവൈവിധ്യ ഉദ്യാനത്തിൽ കൃഷ്ണകിരീടം, കിലുക്കി, കറിവേപ്പ്, നാരകം, അരളി തുടങ്ങിയ ശലഭങ്ങളെ ആകർഷിക്കുന്ന ചെടികൾ നട്ടുപിടിപ്പിക്കൂ. ഏതെല്ലാം ശലഭങ്ങളാണ് ഉദ്യാനത്തിൽ എത്തുന്നതെന്ന് നിരീക്ഷിക്കും. എത്രമാത്രം വൈവിധ്യമാർന്ന ജീവികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇത് വായിച്ചപ്പോ നിങ്ങൾ ഇന്റർവ്യൂ ചോദ്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവിടെ ഒരു ചോദ്യമുണ്ട്, ശ്രദ്ധിച്ചോ? അരളി. അപ്പം അരളി ജൈവവൈവിധ്യ ഉദ്യാനത്തിൽ അരളി ചെടി നടുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്, പിന്നെ അത് ഉൾപ്പെടുത്തണോ എന്ന രീതിയിൽ ചോദ്യം വന്നു. അപ്പൊ അരളി എന്ന് പറയുന്നത് ശലഭത്തെ ആകർഷിക്കുന്ന ചെടിയാണ്. അപ്പൊ അത് അരളി വെച്ചുപിടിപ്പിക്കേണ്ടതാണ്. പക്ഷെ അത് സ്കൂളുകളിൽ വേണമെന്നുള്ളത് അവനവന്റെ കാഴ്ചപ്പാട് പറയുകയേ നിവർത്തിയുള്ളൂ. എന്റെ കാഴ്ചപ്പാടനുസരിച്ച് എനിക്ക് പറയാനാകൂ. എന്റെ അഭിപ്രായത്തിൽ അരളിച്ചെടി തൽക്കാലത്തേക്ക് ഒഴിവാക്കുന്നതാണ്, സ്കൂളുകളിൽ നിന്ന് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. മറിച്ച് അപകടകരമല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് അവ വെച്ച് പിടിപ്പിക്കാം. കാരണം ഇതിന്റെ ഒരു പോയിസണസ് സാധ്യതയെ കുറിച്ചുള്ള പഠനങ്ങൾ നടന്നതാണ്, അതിന്റെ റിപ്പോർട്ടുകളും വന്നതാണ്. അപ്പൊ അരളിച്ചെടിയുടെ പൂവ് കഴിച്ച ഒരു കുട്ടിക്ക് പിന്നെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ അത് അതിന്റെ സയന്റിഫിക് ആയിട്ട് തെളിഞ്ഞ കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ അതൊരു റിസ്ക് ആയി നമ്മുടെ സ്കൂളുകളിൽ നിലനിർത്താത്തതാണ് നല്ലത്. കുട്ടികള് ആകാംക്ഷയുള്ളവരാണ്, ഇങ്ങനെ ഒരു വാർത്ത കേട്ടാൽ അത് ചെയ്തു നോക്കാൻ തന്നെ ശ്രമിക്കുന്ന കുട്ടികൾ വരെയുണ്ട്. അപ്പൊ അത് പാടില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. നിങ്ങൾ ആലോചിച്ച് അതിന് ഉത്തരം പറയുക. പക്ഷെ നമുക്ക് പൂർണ്ണമായ ആ സസ്യത്തെ ഇല്ലായ്മ ചെയ്യണമെന്ന് പറയാനും ആകില്ല. കാരണം അതിനെ ആശ്രയിച്ച് കഴിയുന്ന ശലഭങ്ങളുണ്ട്, അല്ലെങ്കിൽ അവയ്ക്ക് നാശം സംഭവിക്കും, വംശനാശം അല്ലെ. അപ്പൊ അതിന് വേണ്ട സംരക്ഷണം നമ്മൾ മറ്റിടങ്ങളിൽ കൊടുക്കുന്നതാണ് നല്ലത്. അപ്പം സ്കൂൾ ഉദ്യാനത്തിൽ അല്ലെങ്കിൽ ജൈവവൈവിധ്യ ഉദ്യാനത്തിൽ അതിനെ തൽക്കാലം ഒഴിവാക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്റെ പരിമിതമായ അറിവാണ്, അല്ലാത്തവർക്ക് അത് പറയാം എന്താണ് വേണ്ടതെന്ന്. അവ എവിടെയെല്ലാം വസിക്കുന്നു? കാട്, കുളം, പുഴ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ അല്ലെ. ഇവ എവിടെയെല്ലാം എത്രമാത്രം വൈവിധ്യമാർന്ന ജീവികളാണ് നമുക്ക് ചുറ്റുമുള്ളത്, അവ എവിടെയെല്ലാമാണ് വസിക്കുന്നത് അല്ലെ. നോക്കിക്കേ, ഇവിടെ തന്നെ നോക്കിക്കേ, മരം കൊത്തി അല്ലെ. മരം കൊത്തി എന്തിനാണ് മരത്തില് പിന്നെ പൊത്തുണ്ടാക്കുന്നത്? അത് രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന് കൂടിന് വേണ്ടി, മറ്റൊന്ന് ആഹാരത്തിന് വേണ്ടി, ആഹാര സമ്പാദന. അത് ഇതിന്റെ തോലുകൾക്കിടയിലൊക്കെ ഉള്ള ചിതലുകളെയും പിന്നെ ചെറുജീവികളെയും ഒക്കെയാണ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ. ഓക്കെ, ഇനി ഇവ ഇല്ലാതായാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുക? ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണല്ലോ. ജീവികൾ വസിക്കുന്ന ഈ ചുറ്റുപാടുകളെ സംരക്ഷിക്കുന്നതിനായി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനം വിലയിരുത്തലിലേക്ക് പോവുകയാണ്. നമ്മള് പിന്നെ ഇതുവരെ പഠിച്ച കാര്യങ്ങളുടെ തുടർ പ്രവർത്തനങ്ങൾ തന്നുകൊണ്ട് ഇവിടെ അവസാനിക്കുന്നു. അപ്പൊ പാഠത്തിന്റെ ആശയം നമുക്ക് ഇവിടെ വ്യക്തമായി കഴിഞ്ഞു. അടുത്തത് ജലവും മണ്ണും എന്ന പാഠമാണ്. അപ്പം ഇവിടെ മഴ എന്ന തീമിൽ നിന്നാണ് തുടങ്ങുന്നത്. നമുക്കവ നോക്കാം.